ഇന്ന് മുത്തശ്ശി പറയാൻ പോണ കഥ പായസക്കിളിയുടെ കഥയാണ്. പായസക്കിളിയോ? അങ്ങനെ ഒരു കിളിയുണ്ടോ? അത് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പായസക്കിളി എന്ന് ആ കിളിക്ക് പേര് വന്നതെന്ന് പറയാം അല്ലേ. അപ്പം എങ്ങനത്തെ പായസക്കിളി എന്താ ചെയ്തേ? ഒരു കിളി കൂട്ടൊക്കെ കൂടി ഇങ്ങനെ ഒരു ചില്ലയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നിറച്ച് പായസം കിട്ടി. ഒരിക്കൽ എവിടുന്നോ കിട്ടിയതാ. കുടിച്ചപ്പോൾ നല്ല സ്വാദ്. അപ്പം കിളിക്ക് തോന്നി, അയ്യോ എന്തൊരു സ്വാദാ, എനിക്കൊന്നും ഉണ്ടാക്കിയാലോ. അപ്പം ഇതിപ്പോൾ കുറച്ചല്ലേ കിട്ടിയുള്ളൂ, ഇനിയിപ്പോൾ നമുക്ക് കുറേ കഴിക്കാമല്ലോ. പായസത്തിന് ഭയങ്കര സ്വാദ്, പായസം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ പായസം ഉണ്ടാക്കണമെങ്കിൽ അരി വേണം, ശർക്കര വേണം, നെയ്യ് വേണം, പാത്രം വേണം, തീ വേണം, ഒക്കെ വേണ്ടേ. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യും? അപ്പോഴാണ് കിളി ഇങ്ങനെ അവിടെ ഒരു ചില്ലയിൽ ഇങ്ങനെ ഇരുന്ന് അത് അതിനെപ്പറ്റി പായസം ഉണ്ടാക്കണ കാര്യം ആലോചിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അരി വേണോ ചോദിച്ചുകൊണ്ട് പോകണം. കിളിക്ക് സന്തോഷമായി. കിളി വേഗം പറന്ന് അയാളോട് ചോദിച്ചു, എനിക്കൊരിത്തിരി അരി തരുമോ, എനിക്ക് പായസം ഉണ്ടാക്കാനാ. അപ്പം അയാൾ പറഞ്ഞു, ശരി, ഒരു പിടി അരിയല്ലേ വേണ്ടു, പോട്ടെ. കിളിക്ക് എത്ര ഉണ്ട് അരി വേണം? ഒരു കിളി ഒരു കുറച്ച് എടുത്തിട്ട് ആ കിളിക്ക് കൊടുത്തു. കിളി അത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. ഇനി അരി മാത്രം കിട്ടിയാൽ പോരല്ലോ, ഇനി എന്താ ചെയ്യാം? അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരാൾ ശർക്കര വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകണം. പണ്ട് കടകളിലൊന്നുമല്ല, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക പതിവ്. അപ്പം അങ്ങനെ കിളി കണ്ടു. അതേപോലെ ഒരാൾ ഇങ്ങനെ ശർക്കരയും കൊണ്ട് പോണ കണ്ടപ്പോൾ കിളി പറഞ്ഞു, ഇത്തിരി ശർക്കര തരുമോ, എനിക്ക് പായസം ഉണ്ടാക്കാനാ, കുറച്ച് അരി കിട്ടിയിട്ടുണ്ട്, കുറച്ച് ശർക്കരയും കൂടി കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ആ ശർക്കര കച്ചവടക്കാരൻ വിചാരിച്ചു, സാരമില്ല, ഒരു കിളി ചോദിക്കണതല്ലേ, ഇത്തിരി കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു വാള എന്ന് പറയാം, ഒരു കയ്യിൽ പിടി കൊടുത്തിട്ട് ശർക്കര എടുത്ത് കൊടുത്തു. കിളിക്ക് സന്തോഷമായിട്ടോ. കിളി അതും കൊണ്ടുപോയി ആ അരി വെച്ചേക്കണ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അതും പോരല്ലോ, ഇനി നെയ്യൊക്കെ വേണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരാൾ നെയ്യും കൊണ്ടുപോകും. നെയ്യ് വേണോ ചോദിച്ചോണ്ട്. അപ്പം കിളി പറഞ്ഞു, ഒരിത്തിരി നെയ്യ് തരുമോ, എനിക്ക് ശർക്കരയും അരിയും കിട്ടിയിട്ടുണ്ട്, ഒരിത്തിരി നെയ്യും കൂടി കിട്ടുവാണെങ്കിൽ എനിക്ക് പായസം ഉണ്ടാക്കാമല്ലോ. അപ്പം എന്തിനാ തരിക? ഞാൻ തരാൻ കുറച്ച് വേണമെങ്കിൽ. കിളി വേഗം പോയിട്ട് ഒരു ഇലയൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് ആ ഇല കാണിച്ചു കൊടുത്ത് അതിൽ നെയ്യൊക്കെ മേടിച്ച് അയാൾ കൊടുത്തു. ഒരിത്തിരി നെയ്യല്ലേ വേണ്ടു, പോട്ടെ, ഒരു കിളി ചോദിക്കണതല്ലേ, കൊടുത്തു. അങ്ങനെ എല്ലാം കൊണ്ട് കിളി എല്ലാം ആയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കുളത്തിൻ്റെ അവിടെ ചെന്നിട്ട്, ഒരു കടവിൻ്റെ അവിടെ ചെന്ന് പിന്നെ അടുപ്പ് കൂട്ടി അതിൻ്റെ കല്ലുകളൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി കൊണ്ടുവന്ന് അടുപ്പൊക്കെ വെച്ച് പാത്രം വേണ്ടേ, പാത്രത്തിന് എന്ത് ചെയ്യും? അപ്പം പാത്രം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഒക്കെ പാത്രം ഉരുളിയൊക്കെ കഴുകാനിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്തു, കൊക്കൊണ്ട് വലിച്ച് ഒരു ഉരുളി എടുത്തു കൊണ്ടുവന്ന് ഈ കൊക്കൊണ്ട് ആ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചു. തീ വേണ്ടേ, തീയിന് കമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് കമ്പൊക്കെ പൊട്ടിച്ച് ഉണങ്ങിയ കമ്പൊക്കെ കൊത്തി കൊണ്ടുവന്ന് വെച്ചിട്ട് തീയിന് ഇനി എന്ത് ചെയ്യും? അങ്ങനെ നോക്കിയപ്പം ആ അമ്പലത്തിൽ കുറേ ഇങ്ങനെ ഊതി നിൽക്കുന്നുണ്ട്, കനൽ കിടക്കണ കേട്ടു. അപ്പം എന്ത് ചെയ്തു, ഇതുപോലെ പച്ചിലയിൽ കനലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അടുപ്പിൻ്റെ ഉള്ളിലിട്ട് ആ കനക്കൊട്ട് ഊതി തീ പിടിപ്പിച്ചു. വെള്ളം പിന്നെ കുളത്തിലുണ്ട്, കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് അതിൽ ആ ഉരുളിയൊക്കെ വെച്ച് ആ അടുപ്പിൻ്റെ മുകളിൽ ഉരുളിയൊക്കെ വെച്ച് അരി, ശർക്കര, നെയ്യൊക്കെ ഇട്ടും കേട്ട് നല്ല പോലെ കമ്പ് കൊണ്ട് ഇങ്ങനെ, കമ്പേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പാത്രമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ തിളപ്പിച്ച് അതിങ്ങനെ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വാസന. കിളിക്കാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ പായസത്തിന് കൊതി, ഇതിൻ്റെ വാസനയും കൂടി വന്നപ്പോഴേ അയ്യോ കിളിക്ക് ഭയങ്കര എനിക്ക് ഇപ്പം തന്നെ അത് കഴിക്കണം എന്നായി. അങ്ങനെ
പായസം ഇങ്ങനെ ചൂടാറി അതിൻ്റെ ഇതൊക്കെ ശരിയായി വെള്ളമൊക്കെ വറ്റി നല്ല പായസമായിട്ട് ഇരിക്കുമ്പോൾ കൊതിയാണെങ്കിൽ ഭയങ്കര കൊതി വന്നിട്ട് വയ്യ. അപ്പം എന്ത് ചെയ്തു, ചൂടൊന്നും നോക്കാൻ പോയില്ല. കൊതി മൂത്ത് എന്ത് ചെയ്തു, ആ കൊക്കൊണ്ട് കൊണ്ടുപോയി ആ ചൂടുള്ള പായസത്തിൽ ചെന്നങ്ങോട്ട് കൊത്തി തിന്നാൻ നോക്കിയതോ ചുണ്ട് പൊള്ളി, വായ പൊള്ളി, എല്ലാം പൊള്ളി. ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ദേഷ്യം വന്നില്ലേ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പായസം ഉണ്ടാക്കിയിട്ട് എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ. എന്ത് ചെയ്യുക, ഒറ്റ തട്ടങ്ങോട്ട് തട്ടിയപ്പോൾ അത് മുഴുവൻ വെള്ളത്തിൽ വീണു. വെള്ളത്തിലെ പായസം അങ്ങോട്ട് വന്നോടുകൂടി ആ കുളത്തിലുള്ള മത്സ്യങ്ങൾ മുഴുവൻ വന്നിട്ട് അതൊക്കെ തിന്നുകയാണ്. അവർക്ക് സന്തോഷമായി, അവർക്ക് നല്ല പായസം കിട്ടി. അപ്പോഴാണ് പാത്രം കൊണ്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർ കിളിയെ കിളിയെ കല്ലെറിഞ്ഞ് കൊല്ലില്ലേ. വേഗം കൊക്കോട്ട് ആ പാത്രമൊക്കെ ആ കുളത്തിൽ നിന്ന് എടുത്ത് ആ പടവിലേക്ക് വെച്ചു. കുളത്തിൻ്റെ പടവിലാണല്ലോ ഇതൊക്കെ പരീക്ഷ ചെയ്യണത്. അവിടെ വെച്ചിട്ടും അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പായസം അതിൻ്റെ ഉള്ളിലുണ്ട്. നോക്കിയപ്പോൾ ഇത്തിരി അതങ്ങോട്ട് കഴിച്ചു നോക്കി. അപ്പോൾ ചൂടൊക്കെ ആറി, വെള്ളം പച്ചവെള്ളം കുളത്തിലെ വെള്ളമൊക്കെ കുറച്ചായപ്പോൾ അതിൻ്റെ ചൂടൊക്കെ അറിയണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ അപ്പോഴും നല്ല സ്വാദ്. കഷ്ടം, എനിക്ക് ഇത്രയും ഒരു ഇത് തോന്നിയില്ലേ. ഞാൻ എന്തിനാ അതെടുത്ത് വലിച്ച് കളഞ്ഞ്, എനിക്ക് എത്ര പായസം കഴിക്കായിരുന്നു. എന്നിട്ട് ഞാനത് കഴിക്കാണ്ട് അത് മുഴുവൻ ആ മീനുകൾക്ക് കൊടുത്തു. ആ കുളത്തിൽ കൊണ്ടുപോയിട്ടില്ലേ. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്നാലും സങ്കടം വന്നു. എന്നിട്ട് ആ പായസം മുഴുവൻ ഉള്ളത് ബാക്കി വന്നത് മുഴുവൻ കഴിച്ച് ഭയങ്കര സങ്കടമായി. അതാണ്, നമ്മൾക്കൊരു ക്ഷമ വേണം എല്ലാ കാര്യത്തിലും. എന്ത് കാര്യത്തിലും ഒരു ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പം ക്ഷമിക്കാൻ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പക്ഷിക്ക് ഈ കിളി എന്ത് ചെയ്തു, ക്ഷമിക്കാണ്ട് അതിന് ക്ഷമയില്ല. അപ്പോഴേക്ക് ചൂടാറുന്നതിന് മുമ്പ് എന്നെ എടുത്ത് കുഴിച്ച് ചൂണ്ടും എല്ലാം പൊള്ളി. അപ്പം എന്താ, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കിട്ടിയതുകൊണ്ട് അത് കൊത്തി കഴിച്ചു. എന്തായാലും കുറച്ച് കിട്ടി. അതൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ കൊണ്ടുപോയി അതെടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വലിച്ച് കൊണ്ടുപോയി വലിച്ച് അവിടെ കൊണ്ടിട്ട് അങ്ങനെ പായസം ഉണ്ടിട്ട് ആ കിളി അവിടെ പോയി മരച്ചില്ലയിൽ കിടന്ന് പായസം ഉണ്ടപ്പോൾ നല്ല ഉറക്കവും വരുന്നുണ്ട്, കാറ്റും ഉണ്ട്. അങ്ങനെ കിടന്നുറങ്ങുമ്പം അങ്ങനെ അവിടെ കിടന്നുറങ്ങി. അതിന് ശേഷമാണ് ആ കിളിക്ക് പായസക്കിളി, പിന്നെ എല്ലാവരും അതിനെ പായസക്കിളി എന്ന് പറയും. അങ്ങനെയാണ് ആ കിളിക്ക് പായസക്കിളി എന്ന് പേര് വന്നത്. നല്ല ക്ഷമയോടുകൂടി ഇരുന്നെങ്കിൽ ആ പായസം മുഴുവൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട കിളിക്ക് കഴിക്കായിരുന്നു. അപ്പം ക്ഷമ വേണം, എല്ലാത്തിനും ക്ഷമ വേണം. അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ കാണിച്ച കാരണം ഇപ്പം എന്തായി, മീനൊക്കെ കിട്ടി, ഇതിന് കുറച്ചേ കിട്ടിയിട്ടു. അപ്പം ഇന്നത്തെ കഥ പായസക്കിളിയുടെ കഥയാണ്. ഇനി ഈ കിളിക്ക് പായസം എന്ന് പറഞ്ഞ പേര് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പായസം കൊതിച്ചാണത്. പായസം ഉണ്ടാക്കാനായിട്ട് നോക്കി, പായസം ഉണ്ടാക്കി, അത് ക്ഷമയില്ലാണ്ട് എല്ലാം കൊണ്ടുപോയി കളഞ്ഞു അല്ലേ. നനത്തിരി കിട്ടിയിട്ടോ, സന്തോഷത്തിന് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റി. അപ്പം ഇതാണ് പായസക്കിളി എന്ന് പേര് വരാൻ കാരണം. ആ പായസക്കിളിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു. കുറേ ദിവസമായി വന്ന് കഥ പറയാനായിട്ട്. ഇനി വരാട്ടോ വേറെ കഥയായിട്ട്.